തിരണ്ടി മീൻ വെക്കാലോ വാ. ആദ്യം തിരണ്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ച് തേങ്ങ, മുളക്, മഞ്ഞൾ, ഉപ്പ് ഇവ ചേർത്ത് നല്ലപോലെ മിനുസത്തിൽ അരച്ചെടുത്ത് അതിൻ്റെ അകത്ത് പുളിയും പോർന്ന് ഈ തിരണ്ടി കഷ്ണം അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വേവിച്ചെടുക്കുക. കൂടെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. തിരണ്ടിക്ക് വലിയ മുള്ളൊന്നുമില്ല. പിന്നെ തിരണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അടിഞ്ഞു പോവില്ല. അതുകൊണ്ട് നല്ലപോലെ വേവുമ്പോൾ ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റായിരിക്കും. ഈ കറി നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ല ടേസ്റ്റായിരിക്കും. ഈ കറിയിൽ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കണം. ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിന് ഇതിനെല്ലാം നല്ല ടേസ്റ്റായിരിക്കും കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ തിരണ്ടിയാണ് ഉണക്കിയിട്ട് കൂട്ടാനും ഭയങ്കര ടേസ്റ്റാണ്. ഈ ഉണക്കത്തിരണ്ടി മാത്രം കൂട്ടിയിട്ട് ചോറ് തിന്നാൻ കഴിയും. അത്ര നല്ല മീനാണ് ഈ തിരണ്ടി. തിരണ്ടി പലതരത്തിലുണ്ട്. കാക്കത്തിരണ്ടി, പിന്നെ ഒരു ചുവപ്പ് കളർ തിരണ്ടി, അങ്ങനെ പലതരം സൈസിലുള്ള തിരണ്ടികളുണ്ട്. എല്ലാ തിരണ്ടികളും നല്ല ടേസ്റ്റാണ്. ഏറ്റവും സൂപ്പർ ടേസ്റ്റ് കാക്കത്തിരണ്ടിയാണ്. ഇത് കാക്കത്തിരണ്ടിയല്ല, എന്നാലും ആ കാക്കത്തിരണ്ടീനെ പോലത്തെ ഒരു തിരണ്ടിയാണ്. ഓക്കേ.